സാധാരണയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ വരെ വലിയ അബദ്ധങ്ങൾ കാണാം. ഇപ്പം ആരോ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് നിസ്കരിക്കേണ്ടത് മകനാണ്, ഇമാമത്തേക്കേണ്ടത് മകനാന്ന് ആരോ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറേ മക്കൾ കയറിക്കാൻ തുടങ്ങിയത്. ഇമാമത്ത് നിൽക്കാൻ യോഗ്യതയുള്ള ആളാണെങ്കിൽ ഏറ്റവും നല്ലത് മകൻ തന്നെയാണ്, യാതൊരു തർക്കമില്ല. മകൻ ഇല്ലെങ്കിൽ പിന്നെ പിതാവാണ്, അല്ലെങ്കിൽ സഹോദരനാണ്. ഇതൊക്കെ കിതാബിലുണ്ട്. ആർക്ക്? ഇമാമത്തിന് യോഗ്യത ഉണ്ടെങ്കിൽ. അത്തിപ്പാളി മഹല്ലത്തിലെ പള്ളിയിൽ ഒരു മയ്യത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് 100 കണക്കിന് ആളുകൾ ഇങ്ങനെ നിറഞ്ഞ് ഒളൂവ് ചെയ്ത് ഈ മയ്യത്തിനെ സ്വർഗത്തിലേക്ക് യാത്ര അയക്കാൻ വേണ്ടി, മയ്യത്ത് സ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ മുന്നിൽ വന്ന് ഇമാമത്ത് നിൽക്കുന്ന ആള് ഫാത്തിഹ ഒരു അർഫ് പോലും തെറ്റാതെ ഓതാൻ അറിയാത്തവനാണ്. അവനക്ക് ഹാവും 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 ഒക്കെ കണക്ക്. പച്ച പൊള്ളു മാത്രം ഓതുന്ന ഒരുത്തൻ മുന്നിൽ വന്ന് ഇമാമത്തുനിന്ന് എല്ലാവരും നിസ്കാരയുടെ ബാത്തിലാക്കിയാലോ? എന്നാൽ പിന്നെ അവിടെ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി, ഉസ്താദേ ഈ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഞാൻ തന്നെ ഇമാമത്തുനിന്നോളെന്നാൽ കുഴപ്പമല്ലേ? അപ്പോൾ പ്രശ്നം ഉണ്ടാക്കേണ്ടത് ഞാൻ പിന്നെന്ത് ചെയ്യും? ഇമാമിനെ തുടരാതെ ഞാൻ ഒറ്റക്കട നിസ്കരിക്കും, എന്നാൽ എൻ്റെ നിസ്കാരം കിട്ടിക്കോട്ടെ എഴുതിയിട്ട്. അങ്ങനെ ഉണ്ടല്ലോ. ഈ മയ്യത്തിനെ യാത്ര അയക്കുന്നിടത്ത് മകൻ കരുതണ്ടേ, ഒരു സ്വാലിഹായ മനുഷ്യൻ, ഒരു ആലിമായ മനുഷ്യൻ, നല്ല ഖിറാഅത്തുള്ള മനുഷ്യൻ എൻ്റെ വാപ്പയ്ക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുകയാണെങ്കിൽ എനിക്ക് അതാണല്ലോ നല്ലത് എന്നല്ലേ കരുതേണ്ടത്? മകൻ നിസ്കരിക്കൽ നല്ലതാണ്, ഖിറാഅത്ത് അറിയുമെങ്കിൽ, മസല തെറ്റാതിരിക്കുകയാണെങ്കിൽ. ഞാൻ അത്യാവശ്യം തികഞ്ഞോനാണ് എന്നുള്ള ബോധത്തോടെ 2 ആഴ്ച മുമ്പ് എൻ്റെ മുന്നിൽ ഒരുത്തൻ ഇമാമത്തുന്നു, മയ്യത്തിൻ്റെ വാപ്പ സ്വന്തം ജ്യേഷ്ഠന് വേണ്ടി 5 മയ്യത്തുന്നു. അവൻ ആലിമീങ്ങളൊക്കെ വെറുപ്പുള്ള ആളാണ്. മൂലമാരൊന്നും കണ്ടുകൂടാ, സയ്യിദുമാരെ കണ്ടുകൂടാ. ഉഷാറിൽ പോയി നിന്നതാണ് 5 തക്ബീറല്ലേ, 5 തക്ബീറല്ലേ. അവൻ്റെ വക 1 4 ഇസ്ലാമിലുള്ളത്. ഇതാണിപ്പം നടക്കുന്നത്. ഞാൻ പറയുന്നത് ഇൽമിന്റെ അഭാവം ചെറുതല്ല, ഏറ്റവും ചുരുങ്ങിയത് എനിക്ക് വിവരമില്ല എന്ന ഒരു വിവരമെങ്കിലും ഉണ്ടായി കിട്ടണ്ടേ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നൂറാകുന്ന ഇൽമിനെ സംരക്ഷിക്കണം.